ശാന്തി. ഒരിക്കൽ ഒരു ഗുരുവും ശിഷ്യനും കൂടി തീർത്ഥാടനത്തിന് പോവുമായിരുന്നു. കാൽനടയായി ഒരുപാട് ദൂരം അവർ നടന്നു പോയി. ഒരു ഗ്രാമത്തിലെത്തിയപ്പോൾ വിശാലമായിട്ടൊരു കൃഷിയിടം, അതിൻ്റെ നടുവിൽ ജീർണിച്ച പോലെ ഒരു കൊച്ചു കുടിലും. വെള്ളം ദാഹം കൊണ്ടാണെങ്കിൽ ഗുരുവിനും ശിഷ്യനും രണ്ടുപേരും അവശരായിപ്പോയി. അപ്പോൾ അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ വീടിൻ്റെ വാതിലേക്ക് ചെന്നൊന്ന് മുട്ടി. ആദ്യം മുട്ടി ആരും വന്നില്ല. വീണ്ടും ഒരിക്കൽ കൂടി വാതിൽ മുട്ടി. ഒരാൾ വന്ന് വാതിൽ തുറന്നു. അപ്പോൾ ആ ഗുരു ചോദിച്ചു, എനിക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ കിട്ടുമോ, അതൊന്നും അറിയാൻ വേണ്ടി ചോദിച്ചതാണെന്ന് പറയും. അപ്പോൾ ആ ആൾ പറയും, അതിനിപ്പോൾ എന്താ വിരോധം, വെള്ളം തരാലോ, ഇരിക്കാൻ പറയും. അങ്ങനെ അവർ ആ ഒരു പഴയ കുടിലിൻ്റെ മുന്നിൽ ഉമ്മർത്തതായിട്ടുള്ള ആ ഒരു ചെറിയ വരാന്തയിൽ ഗുരുവും ശിഷ്യനും കൂടി ഇരുന്നു. അപ്പോൾ രണ്ടുപേരും ഒത്തിരി ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേർക്കും വെള്ളം കുടിക്കാൻ കൊടുത്തു. അങ്ങനെ രണ്ടുപേരും വെള്ളം കുടിക്കുന്ന സമയത്ത് അയാളുടെ ഭാര്യയും 3 മക്കളും കൂടി ആ കുടിലിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു. എല്ലാവരും വളരെ ജീർണിച്ച വസ്ത്രങ്ങളാണ്, മീൻസ് പഴയ തുണികൾ കൊണ്ടുള്ള വസ്ത്രം ഇട്ടിരിക്കണത്. എല്ലാവരും മെലിഞ്ഞ് വല്ലാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ ഗുരു ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ വല്ലാതെ ദാരിദ്ര്യവും കഷ്ടപ്പാട് അനുഭവിക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ നിങ്ങളെ കാണുമ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങളിവിടെ ജീവിച്ചു പോകുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ വരുമാന മാർഗം? ഇവിടെ ഒന്നും ഇത്രയും വിശാലമായൊരു നല്ല കൃഷിയിടം കാണുന്നുണ്ട്, പക്ഷേ കൃഷി ചെയ്തിട്ടേ കാണുന്നില്ലല്ലോ. ഇവിടെ ഒന്നും കൃഷി ചെയ്യാറില്ലേ നിങ്ങളല്ലേ ഈ കൃഷിയിടം എന്താണെന്ന് ചോദിക്കുക. ആ കൃഷിയിടം എൻ്റെ ഒക്കെ തന്നെയാണ്, പക്ഷേ കൃഷി ചെയ്യണം എന്നുണ്ടെങ്കിൽ വിത്ത് കണ്ടെത്തേണ്ടി വരും. വിത്ത് കിട്ടാൻ ഞങ്ങൾക്കില്ല, പൈസ കിട്ടാനില്ല. അതുകൊണ്ട് പലപ്പോഴും കൃഷി ചെയ്താൽ പോലും അത് നശിച്ചു പോവും. ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം കൃഷിയൊന്നും ചെയ്യാറില്ല എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ജീവിച്ചു പോകുന്നത്? പിന്നെ ഒരു എരുമയുണ്ട്, കണ്ടോ അവിടെ ഞങ്ങൾ കെട്ടിയിട്ടുള്ളതായിട്ടുള്ള ആ എരുമ നന്നായിട്ട് പാല് തരും. ആ എരുമയുടെ പാല് ഞങ്ങൾ കറന്നു കൊണ്ടുപോയിട്ട് കുറച്ച് വിൽക്കും, കുറച്ച് ഞങ്ങൾ കുടിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയാണ് ഞങ്ങൾ അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോകണമെന്ന് പറയും. അപ്പോൾ ഗുരു മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുകയാണ്, ഇന്ന് രാത്രി ഞങ്ങളിവിടെ ഉറങ്ങിക്കോട്ടെ, ഇവിടെ ഈ വരാന്തയിൽ കിടന്നോളാം എന്ന് പറയും. അങ്ങനെ വൈകുന്നേരമായി. ഗുരു തൻ്റെ പൂജയും പാഠമൊക്കെ കഴിഞ്ഞു. അന്ന് ആഹാരമൊന്നും കഴിച്ചില്ല. രണ്ടുപേരും ആ ഒരു വരാന്തയിൽ തന്നെ അങ്ങ് കിടന്ന് പാതിരയായ സമയത്ത് ഗുരു ഉണർന്ന് ശിഷ്യനെ വിളിച്ചു. പറയണം, ഇപ്പോൾ തന്നെ നമുക്ക് ഇവിടുന്ന് പോകണം, ഇനി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ ഉറങ്ങാൻ പാടില്ല, വീട്ടുകാരൊക്കെ നല്ല ഉറക്കമാണ്, നമുക്ക് പോകാമെന്ന് പറയും. ശിഷ്യനാകെ അമ്പരന്ന് പോയി. ഇത്രയും നല്ല ആതിഥ്യം നൽകിയതായിട്ടുള്ള വീട്ടുകാരനോടൊരു വാക്ക് സംസാരിക്കാതെ പോകാനാണല്ലോ പറയുന്നത്. അതൊന്നും നോക്കണ്ട, നീ എനിക്ക് ഞാൻ പറയുന്നത് കേൾക്ക്, ആ എരുമേനെ അഴിച്ചു, നമുക്ക് ആ എരുമേനെയും കൊണ്ട് പോകാമെന്ന് പറയും. അപ്പോൾ ഇന്നേ വരെ ഗുരു ഒരിക്കലും തെറ്റായ ഒരു കർമ്മം ചെയ്യാൻ പറയുന്നത് ഈ ശിഷ്യൻ കേട്ടിട്ടില്ല. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഈ ശിഷ്യൻ്റെ മനസ്സിൽ വന്നു. എന്താ ഈ പറയുന്നത്, ഇവർക്ക് ആകെയുള്ള ഉപജീവന മാർഗ്ഗമാണ്. അപ്പോൾ ഗുരു പറയും, നിനക്ക് പറ്റുമെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കാൻ പറയും. അപ്പോൾ മിണ്ടാതെ ഈ എരുമേനെ അഴിച്ച് ഇവർ രണ്ടുപേരും രാത്രിക്ക് രാത്രി സ്ഥലം വിടും. അങ്ങനെ ഈ കാലം കടന്നു പോയി. ഈ എരുമേനെ കാട്ടിൽ കൊണ്ടുപോയി വിട്ട ശേഷം ഗുരു അവരെ യാത്ര തുടർന്നു പോവുകയും ചെയ്തു. ഒരു 4-5 വർഷങ്ങൾ കഴിഞ്ഞ ശേഷം ഈ ശിഷ്യൻ വേറെ ഒരു ആശ്രമം തുടങ്ങി ഒരു ഗുരുവായിട്ട് മാറി. അപ്പോൾ എല്ലാ ദിവസവും ഈ ശിഷ്യൻ്റെ മനസ്സിൽ ഒരു ചോദ്യം ഉണർന്നു വരും. ആ പാവപ്പെട്ട കർഷകൻ കിടക്കാം ഇടം തന്ന ആൾ അയാളുടെ വീട്ടിൽ ആ എരുമേനെ അഴിച്ചു കൊണ്ടുവന്ന് ഈ ഗുരു ചെയ്തത് തെറ്റാണ് എന്ന് എന്നും അവൻ്റെ മനസ്സിലത് പറയുമായിരുന്നു. ഒരു ഗുരുവായി ശിഷ്യന്മാരായി ആശ്രമമൊക്കെയായി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഈ ശിഷ്യൻ വിചാരിക്കുകയാണ്, ഞാൻ വീണ്ടും ആ സ്ഥലത്തേക്ക് ഞാൻ പോവും, അയാൾ കഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ അയാളെ സഹായിച്ചിട്ട് ഞാൻ വരും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവിടേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ചെല്ലുമ്പോൾ ആ വിശാലമായ കൃഷിയിടത്തിലൊക്കെ തന്നെ കുറച്ച് സ്ഥലത്ത് നെൽകൃഷി വളരുന്നുണ്ട്. അയാളുടെ ആ ഉണ്ടായിരുന്ന കുടിലിൻ്റെ സ്ഥലത്ത് നല്ലൊരു വീട് വന്നു കഴിഞ്ഞിരിക്കുന്നു. അവിടെ നിറച്ച് പഴത്തോട്ടങ്ങൾ നിൽക്കുന്നുണ്ട്. പല വെറൈറ്റി ആയിരിക്കുന്ന ഫ്രൂട്ട്സിൻ്റെ മരങ്ങളൊക്കെ ആ തൊടിയിലൊക്കെ നിറച്ച് നിൽക്കുന്നുണ്ട്. അയാൾ വിചാരിച്ചു, ഒരുപക്ഷെ ആ കർഷകൻ അതോടുകൂടി അവിടെ വിട്ടു പോയതായിരിക്കാം, വേറെ ആരെങ്കിലും വന്ന് താമസിച്ചതായിരിക്കാം എന്ന് വിചാരിക്കുക. പക്ഷേ തിരിച്ചു വരാതെ നോക്കുമ്പോഴാണ് ഒരു പഴങ്ങളുണ്ടാവുന്ന ഒരു മരത്തിൻ്റെ താഴെ ഇരുന്നു കൊണ്ട് അതിന് വളമിട്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ ഇയാളെ കണ്ണിൽ പെട്ടത്. നോക്കുമ്പോൾ അതേ കർഷകനാണ്. അപ്പോൾ ഈ ഒരു ശിഷ്യനെ കണ്ടപ്പോൾ അയാൾ വേഗം എഴുന്നേറ്റ് വന്നു, എന്താ വേണ്ടതെന്ന് ചോദിച്ചു വന്നു. അപ്പോൾ പറയും, നീ എന്നെ തിരിച്ചറിയുന്നുണ്ടാവില്ലേ, ഇപ്പോൾ ഞാൻ നിന്നെ തിരിച്ചറിയുന്നുണ്ടെന്ന് പറയും. അപ്പോൾ ചോദിച്ചു, അന്ന് വന്ന ആ ഗുരു ശിഷ്യനാണോ നിങ്ങളും ചോദിക്കുകയാണ്. അതിലെ ശിഷ്യനായിരുന്നു ഞാൻ. ഇപ്പം നീ ആകെ നല്ല നിലയിലായി പോയിട്ടുണ്ടല്ലോ, നല്ല വീടായി, ഇഷ്ടം പോലെ പഴങ്ങളും പച്ചക്കറികളൊക്കെ ആയല്ലോ നിനക്കെന്ന് പറയുക. തീർച്ചയായിട്ടും നിങ്ങളെനിക്ക് മറക്കാനാവില്ല. ആകെ എനിക്കുണ്ടായിരുന്ന ആശ്രയമായിരുന്നത് ആ ഒരു എരുമ മാത്രമാണ്. ആ ഒരു എരുമേനെയും അഴിച്ചു കൊണ്ടുപോയ ആൾക്കാരല്ലേ നിങ്ങളെ ഞാൻ മറക്കില്ല. പക്ഷെ അപ്പോൾ ചോദിക്കും, പിന്നെ എങ്ങനെയാണ് നിനക്ക് ഇത്രയൊക്കെ സമൃദ്ധി ഉണ്ടായത് എന്ന്.
എന്ത് ചെയ്യാൻ, കുറച്ച് ദിവസം എന്തെന്നറിയാതെ ഞാൻ ആകെ കുഴങ്ങിപ്പോയി. പിന്നെ ഞാനും മക്കളൊക്കെ കൂടിക്കൊണ്ട് സ്വയം തന്നെ കളച്ച് കുറച്ച് ഫ്രൂട്ട്സിൻ്റെയൊക്കെ ചെടികൾ കൊണ്ടുവന്നു നട്ടു. അതിൽ നിന്ന് കിട്ടിയ പഴങ്ങളൊക്കെ കൊണ്ട് വിറ്റു. ഇപ്പോൾ കണ്ടു, ഈ വിശാലമായിരിക്കുന്ന എല്ലാ പഴങ്ങളുണ്ടാകുന്ന മരങ്ങളും എൻ്റെ ഗാർഡൻ്റെയാണ്. ഈ ഗ്രാമത്തിലെ ഏറ്റവും നല്ല ഒരു പഴങ്ങളുടെ ഷോപ്പ് എനിക്ക് സ്വന്തമായിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് ഞാനൊരു സ്വന്തമായിട്ട് വീടുണ്ടാക്കി. അപ്പോൾ ധാന്യം വാങ്ങിച്ചു, കൃഷി ചെയ്തു. ഇപ്പോൾ കൃഷിയുണ്ട്, പഴങ്ങളുണ്ട്, പച്ചക്കറികളുണ്ട്, എല്ലാതും ഉണ്ട്. ഇതൊക്കെ വിറ്റ് കിട്ടുന്ന പൈസയും കയ്യിലുണ്ട്. അതുകൊണ്ട് ഞാൻ നല്ല സമൃദ്ധിയിലാണ് ജീവിക്കുന്നത്. എന്തായാലും അവസാനം എനിക്ക് നല്ലതാണ് വന്നത്. പക്ഷെ നിങ്ങളെ മറക്കാൻ എനിക്ക് പറ്റില്ല, എൻ്റെ എരുമയും കൊണ്ടുപോയതല്ലേ എന്ന്. അപ്പോഴാണ് ആ ശിഷ്യൻ്റെ മനസ്സിൽ നിന്ന് ആ ഒരു ചിന്ത മാറിപ്പോയത്. ഓ, ആ എരുമേനെ അന്ന് ഗുരു കൊണ്ടുപോയില്ലായിരുന്നുവെങ്കിൽ ഇന്നും ആ ജീർണിച്ച കുടിലിൽ അതേ കഷ്ടപ്പാടിൽ അയാൾ ജീവിച്ചേനെ. 4 വർഷം കൊണ്ട് ഈ സമൃദ്ധിയൊക്കെ ഉണ്ടാവാൻ കാരണം ആ എരുമ നഷ്ടമായതാണ് എന്ന്. തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ആധാരമെന്ന് വിചാരിച്ചു വെക്കുന്ന ചില കംഫർട്ട് സോണുകൾ നമുക്കുണ്ടായിരിക്കും. ആ കംഫർട്ട് സോണിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ആ ഒരു വരുമാനം കൊണ്ട് അതുകൊണ്ട് തന്നെ അങ്ങ് ജീവിച്ചു പോകുമ്പോൾ അതിൽ നമ്മൾ ആശ്രയം കാണുന്നത് കൊണ്ടാണ് മുന്നോട്ടുള്ള കാൽവെപ്പിന് നമ്മൾ തയ്യാറാവാതിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കംഫർട്ട് സോണിനെ കട്ട് ചെയ്തുകൊണ്ട് റിസ്ക് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ ഈ സമൃദ്ധിയും ഈ സന്തോഷവും നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് കംഫർട്ട് സോണിനെ പൊട്ടിച്ച് പുറത്ത് കടന്ന് എല്ലാ സമൃദ്ധിയും ജീവിതത്തിൽ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.